അത് പറഞ്ഞു. അത് കഴിഞ്ഞ് കർവേച്ചർ പറഞ്ഞു കേട്ടില്ല? ഇല്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ രണ്ട് ഫോമുലയാണ് ഉള്ളതെങ്കിലും അതിൽ ഈ ഒരെണ്ണമാണ് യൂസ് ചെയ്യുന്നത്. ഏതാ? വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഇനി കർവേച്ചർ കണ്ടുപിടിക്കാനായിട്ട് 3 ഫോമുല ആണ് നമുക്ക് നോർമലി ഉള്ളത്. യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത്, അതിന്റെ നോം ഡി ടി ബൈ ഡി എസിന്റെ നോം. അത് പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നില്ല. പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ രണ്ട് ഫോമുലയാണ്, അതായത് നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഒന്നെങ്കിൽ ആ ഫോമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഹോൾ ക്യൂബ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ ഏതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? കർവേച്ചർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ രണ്ടിൽ സ്ക്രീൻ കാണുന്നില്ല? ഇല്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ കാണാമല്ലേ? ഇപ്പൊ കാണാമോ? ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് കർവേച്ചർ കണ്ടുപിടിക്കാനായിട്ട് 3 ഫോമുലയാണ് ഉള്ളത്. അതിൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഈ രണ്ടെണ്ണമാണ്. അപ്പൊ ഞാനിത് മെറ്റീരിയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ രണ്ട് ഫോമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി, അതൊന്നെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡ് ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഹോൾ ക്യൂബ്. ഈ രണ്ടിൽ ഏതെങ്കിലുമാണ്, ഈ രണ്ട് ഫോമുലയിൽ ഏത് വേണമെങ്കിലും കർവേച്ചർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി പ്രിൻസിപ്പൽ നോർമൽ വെക്ടർ, ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടർ ആണ്. അതിന്റെ യൂണിറ്റ് വെക്ടറിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ നോർമൽ വെക്ടർ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഫോമുലയാണിത്. ഏതാണ്? നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡ് ബൈ നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് ഫോമുല ഇതാണെന്ന് മാത്രം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതുപോലെ ബൈനോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിനും യൂണിറ്റ് നോർമൽ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടർ, സോ ദാറ്റ് ദ ഫോം എ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം. അങ്ങനെ വരുന്ന യൂണിറ്റ് വെക്ടറിനെയാണ് നമ്മൾ ബൈനോർമൽ വെക്ടർ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോമുല ഏതാണ്? വെക്ടർ ബി ഈക്വൽ ടു ടി ക്രോസ് എൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ സർ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ഒരു ഇതും കൂടെയാണ് മെയിൻ ആയിട്ട്. ഞാൻ ഇതിന്റെ അകത്ത് പിന്നെ വേറെ വരാവുന്ന ഒരു സംഭവം ഉള്ളത് എന്തായിരുന്നു? ഓക്സിലേറ്റിംഗ് പ്ലെയിൻ, അങ്ങനെയുള്ള ഒരു 2-3 പ്ലെയിൻ ഉണ്ട്. അത് ഞാൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എങ്കിലും ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. ഇനി അടുത്ത് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ള ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ. അതിന് നമ്മൾ AT എന്നുള്ളതാണ് നൊട്ടേഷൻ എടുക്കുന്നത്. കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോമുല V dot A divided by norm of V. V dot A divided by norm of V. Norm of V ആണോ? ഒരു മിനിറ്റ്. ഓക്കെ, V dot A divided by norm of V. അതുപോലെ നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ ആണെങ്കിലോ AN ആണ് അതിന്റെ നൊട്ടേഷൻ. അതെന്താ? V ക്രോസ് A ഡിവൈഡഡ് ബൈ നോം ഓഫ് V. എന്താ ഇവിടെ ഈ വിയും എയും ഒക്കെ എന്താണ്? V എന്താ? വെലോസിറ്റി ആണ്. A എന്ന് പറയുന്ന ആക്സിലറേഷൻ. അപ്പൊ V കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോമുല ഇപ്പൊ എന്തായിരിക്കും? dr ബൈ dt. A ആണെങ്കിലോ d സ്ക്വയർ r ബൈ dt സ്ക്വയർ, അല്ലെങ്കിൽ dv ബൈ dt ആണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിയും എയും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ V ഡോട്ട് എ ഡിവൈഡ് ബൈ നോം ഓഫ് V ആണ് ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ വരുന്നത്. നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ ആണെങ്കിൽ അതിന്റെ നൊട്ടേഷൻ AN ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോമുല V ക്രോസ് A ബൈ നോം ഓഫ് V ആണ്. ഓക്കെ, ഇത്രയും ഫോമുലകളാണ് ഇവിടെ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കേണ്ടത്. ഏതൊക്കെയാണ്? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോമുല. അത് നമ്മൾ ഒറ്റ ഫോമുലയാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാവരും അറിഞ്ഞിരിക്കണം. പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫോമുല ഉപയോഗിക്കാറുള്ളത് R ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് R ഡാഷ് ഓഫ് ടി.
പിന്നെ കർവേച്ചർ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ഫോമുലയാണ് ഉപയോഗിക്കുന്നത്. ടി ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ടി നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി, അല്ലെങ്കിൽ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഹോൾ ക്യൂബ്. ഓക്കെ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കർവേച്ചർ കണ്ടുപിടിക്കാം. ഇനി പ്രിൻസിപ്പൽ നോർമൽ വെക്ടർ കണ്ടുപിടിക്കാനാണെങ്കിൽ ടി ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി, ബൈനോർമൽ വെക്ടർ ആണ് ടി ക്രോസ് എൻ, ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ ആണെങ്കിൽ വി ഡോട്ട് എ ബൈ നോം വി, ആൻഡ് നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ ആണെങ്കിൽ നോം ഓഫ് വി ക്രോസ് എ ബൈ നോം ഓഫ് വി. ക്ലിയർ ആണല്ലോ? ഇത്രയും ഫോമുലയാണ് ഈ സെഷനിൽ നമുക്ക് പഠിക്കേണ്ടത്. ഇത് അറിയാമെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇനി ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം നോർമൽ വെക്കണമെന്നേ ഉള്ളൂ. ഞാനിവിടെ ആദ്യമേ നോട്ട് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. നമുക്കിനി ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ടാണ്. ആർ ഓഫ് ടി ഈക്വൽ ടു ടി കോസ് ടി മൈനസ് സൈൻ ടി, ടി സൈൻ ടി പ്ലസ് കോസ് ടി, ടി സ്ക്വയർ. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെ ചെയ്യണേ? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? വെക്ടർ ടി ഈക്വൽ ടു പറഞ്ഞേ, r dash of t divided by norm of r dash of t. r dash of t by norm of r dash of t ആണ്. അപ്പൊ ഇവിടെ നമുക്ക് r of t തന്നിട്ടുണ്ട്. അപ്പൊ r dash of t കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. r dash of t അതിന്റെ നോം ആണ് കണ്ടുപിടിക്കുന്നത്. വാട്ട് ഈസ് r dash of t? r dash of t എന്ന് പറഞ്ഞാൽ dr by ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതണം. അപ്പൊ ഓരോ ടൈമിന്റെ ഡെറിവേറ്റീവ് എഴുതുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ടി കോസ് ടി മൈനസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എഴുതുന്നത്? ടി ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ആണ്. അപ്പൊ മൈനസ് ടി സൈൻ ടി പ്ലസ് കോസ് ടി. ഇതാണ് പ്രോഡക്റ്റ് റൂൾ പ്രകാരം ടി കോസ് ടിയുടെ ഡെറിവേറ്റീവ്. ശരിയല്ലേ? മൈനസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി. സോ ഇത്രയുമാണ് ഐയുടെ ഒപ്പം വരുന്നത്. പ്ലസ് ടി സൈൻ ടിയുടെ ആണെങ്കിലോ ടി കോസ് ടി പ്ലസ് സൈൻ ടി പ്ലസ് കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. സോ മൈനസ് സൈൻ ടി ജെ. ക്ലിയർ ആണല്ലോ? പ്ലസ് 2tk. ഇതിന്റെ അകത്ത് സംശയമുണ്ടോ? ആർ ഡാഷ് ഓഫ് ടി കിട്ടിയതിന്റെ അകത്ത് തെറ്റിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം. ഇത് കോസ് ടി മൈനസ് കോസ് ടി കൂടെ ക്യാൻസൽ ആവും, സൈൻ ടി മൈനസ് സൈൻ ടി കൂടെ ക്യാൻസൽ ആവും. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ടി സൈൻ ടി ഐ പ്ലസ് ടി കോസ് ടി ജെ പ്ലസ് 2tk. ഇതാണ് ആർ ഡാഷ് ഓഫ് ടി കിട്ടുന്നത്. സോ വാട്ട് വിൽ ബി നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി? എന്തായിരിക്കും? റൂട്ട് എടുത്തിട്ട് അതിന്റെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് ടി സൈൻ ടി ഓൾ സ്ക്വയർ പ്ലസ് ടി കോസ് ടി ഓൾ സ്ക്വയർ പ്ലസ് 2tയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4t സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് ടി സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് 4t സ്ക്വയർ എന്ന് വരും. അപ്പൊ ടി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി വരും. അതെന്താ? സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇത് 1 ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ടി സ്ക്വയർ പ്ലസ് 4t സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 5t സ്ക്വയർ എന്ന് വരും. ദിസ് ഈസ് റൂട്ട് 5t. നമുക്ക് ക്വസ്റ്റിന്റെ അകത്ത് തന്നിട്ടുണ്ട് ടി ഗ്രേറ്റർ ദാൻ 0 എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതിവിടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് കൺസിഡർ ചെയ്യാനായിട്ടാണ്. ക്ലിയർ ആണല്ലോ? സോ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ത് കിട്ടി? റൂട്ട് 5t എന്ന് കിട്ടി. സോ വാട്ട് വിൽ ബി യൂണിറ്റ് ടാൻജന്റ് വെക്ടർ? The unit tangent vector is vector t equal to എന്തായിരിക്കും? മൈനസ് ടി സൈൻ ടി ഐ പ്ലസ് ടി കോസ് ടി ജെ പ്ലസ് 2tk എന്നായിരുന്നു. അപ്പൊ എന്തായിരിക്കും? ഡിവൈഡഡ് ബൈ റൂട്ട് 5t ചെയ്യണം. അപ്പൊ എന്ത് വരും?
മൈനസ് സൈൻ ടി മൈനസ് ടി സൈൻ ടി ഐ പ്ലസ് ടി കോസ് ടി ജെ പ്ലസ് 2tk ഓൾ ഡിവൈഡഡ് ബൈ √5 ടി എന്ന് വരും. ക്ലിയർ ആണല്ലോ? കാരണം എന്താ നമ്മുടെ ഫോർമുല? ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ആണ്. ആർ ഡാഷ് ഓഫ് ടി നമുക്ക് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയത് മൈനസ് ടി സൈൻ ടി പ്ലസ് ടി കോസ് ടി പ്ലസ് 2tk ആയിരുന്നു. അതുപോലെ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചപ്പോൾ √5 ആണ്. സോ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം പറഞ്ഞേ? ഒരു ടി കോമൺ അല്ലെ? അപ്പൊ മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് 2k ഓൾ ഡിവൈഡഡ് ബൈ √5. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് കർവേച്ചർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് എ. റേഡിയസ് എ സർക്കിൾ ഉള്ള റേഡിയസ് എ ആയിട്ടുള്ള ഒരു സർക്കിളിന്റെ കർവേച്ചർ കണ്ടുപിടിക്കാം. റേഡിയസ് എ ഉള്ള ഒരു സർക്കിള് അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും? കാരണം നമുക്ക് നമ്മുടെ ഫോർമുല കർവേച്ചറിന് 2 ഫോർമുല എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു കർവേച്ചറിന്റെ ഫോർമുലാസ് പറഞ്ഞിരുന്നേ? ഒന്നെങ്കിൽ നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി വേണം, അല്ലെങ്കിൽ നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി ക്രോസ് ടി ഡബിൾ ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി ഹോൾ ക്യൂബ് വേണം. സോറി, ടി ഡാഷ് അല്ല, നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഹോൾ ക്യൂബ്. നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി, ഒന്നെങ്കിൽ ആ ഫോർമുല എടുക്കുക, അല്ലെങ്കിൽ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് നോം ഓഫ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഹോൾ ക്യൂബ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഫോർമുല എടുക്കാനാണ് പറഞ്ഞത്. ഏത് ഫോർമുല എടുക്കണമെങ്കിൽ നമുക്ക് വെക്റ്റർ ആർ വേണം. എങ്ങനെ ചെയ്യുക? ഇതിന്റെ ആർ ഓഫ് ടി കണ്ടുപിടിക്കണ്ടേ? റേഡിയസ് എ ഉള്ള ഒരു സർക്കിളിനെ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? പറയാമോ? R of t equal to a cos t I plus R of t equal to a cos t I plus a cos a sin I t plus a sin t j. ഇങ്ങനെ എഴുതാമോ? ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? ഒരു സർക്കിളിന്റെ ഇക്വേഷൻ തന്നെയാണ്. റേഡിയസ് എ ഉള്ള സർക്കിൾ ആണ്. അതിന്റെ സെന്റർ ഏതാണ്? ഒറിജിൻ സെന്റേഡ് ആയിട്ട് റേഡിയസ് എ ഉള്ള ഒരു സർക്കിൾ ആണ്. ശരിയല്ലേ? വി ഹാവ് ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ ഈസ് ദ സർക്കിൾ വിത്ത് റേഡിയസ്. ഹലോ സർ. യാ, പറഞ്ഞോളൂ. സാർ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പോ ഇല്ല. സാർ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞാൻ മറ്റേ ഇതായില്ലല്ല, ഡയറക്റ്റ് അല്ല, ഞാൻ അല്ലാണ്ട് മറ്റേ OBS വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോഴാണെന്ന് തോന്നുന്നു നെറ്റ് വീക്ക് ആയതുകൊണ്ട് കട്ടായി പോകണം. അതുകൊണ്ടാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇത് കിട്ടിയോ? ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ എന്ന് പറയുന്നത് ഈസ് ദ സർക്കിൾ വിത്ത് റേഡിയസ് എ ആൻഡ് സെന്റർ ഒറിജിൻ. ശരിയല്ലേ? നമ്മളോട് പറഞ്ഞേക്കുന്നത് റേഡിയസ് എ ഉള്ള സർക്കിളിന്റെ കർവേച്ചർ എന്നാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സർക്കിൾ അങ്ങ് ചൂസ് ചെയ്യാം. റേഡിയസ് എ ഉള്ള ഏതെങ്കിലും ഒരു സർക്കിൾ എടുത്താൽ മതി. അപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏത് ചൂസ് ചെയ്യുന്നു? ഒറിജിൻ സെന്റേഡ് ആയിട്ട് റേഡിയസ് എ ഉള്ള സർക്കിൾ എടുക്കുന്നു. ഇത് തന്നെ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു സർക്കിൾ എടുക്കുക എന്നുള്ള ഒരു പർപ്പസ് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എടുക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കി മുന്നോട്ട് പോവാം. ആർ ഓഫ് ടി ഇതാണെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി എന്തായിരിക്കും? ഞാനിവിടെ ഇങ്ങനെ വി കൺസിഡർ ദിസ് സർക്കിൾ
ടു ഫൈൻഡ് ദ കർവേച്ചർ. ഇത് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതുപോലെ ഏതെങ്കിലും റേഡിയസ് ആയുള്ള ഒരു സർക്കിൾ എടുത്താൽ മതി. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ആർ ഡാഷ് ഓഫ് ടി എന്തായിരിക്കും വരണേ? മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ ഏത് ഫോമുല ഉപയോഗിക്കണ്ടേ? ആർ ഡാഷ് ഓഫ് ടി നമുക്ക് 2 ഫോമുല ഉണ്ട്, അതിൽ ഏതാ ഉപയോഗിക്കണ്ടേ? കർവേച്ചറിന് 2 ഫോമുലകൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? norm of t dash of t divided by r dash of t. നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി ബൈ ആർ ഡാഷ് ഓഫ് ടി, നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി, അല്ലെങ്കിൽ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഓൾ ക്യൂബ്. ഇതിൽ ഏതാ വേണ്ടേ? ഏത് വേണേലും ഉപയോഗിക്കാം. നമുക്കൊരു ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി വേണമെങ്കിൽ ആദ്യത്തെ തന്നെ ഉപയോഗിച്ച് ചെയ്തേക്കാം. ആദ്യത്തെ തന്നെ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ ഞാനിപ്പോ ആദ്യത്തെ ഉപയോഗിച്ച് ചെയ്യുന്നു, നിങ്ങളോട് ഞാൻ പറയുന്നു രണ്ടാമത്തെ ഉപയോഗിച്ച് ചെയ്യുക. പിന്നീട് ഈ സെയിം ആൻസർ തന്നെ കിട്ടില്ല എന്നുള്ളത് ചെക്ക് ചെയ്തോളുക. ഓക്കെ Okay, sir. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? വെക്ടർ ടി കണ്ടുപിടിക്കാം. അപ്പൊ വെക്ടർ ടി കണ്ടുപിടിക്കണമെങ്കിൽ എന്തും കൂടെ വേണം. അപ്പൊ ആർ ഡാഷ് ഓഫ് ടി കിട്ടിയ വെക്ടർ ടി എന്താ? r dash of t divided by norm of r dash of t ആണ്. ഓക്കെ, അപ്പോ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ ഒരു കാര്യം ചെയ്യണം. നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി വേണം അല്ലേ? സോ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാം. അതെന്തായിരിക്കും വരിക? നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് എ സൈൻ ടി ഓൾ സ്ക്വയർ പ്ലസ് എ കോസ് ടി ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പറഞ്ഞത്? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്ന് പറയുന്നത് 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? എ. സംശയമില്ലല്ലോ? ഇല്ല സർ. സോ ദിസ് ഇംപ്ലൈസ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ വെക്ടർ ടി ഈക്വൽ ടു thus unit tangent vector vector t equal to formula എന്തായിരുന്നു? r dash of t by norm of r dash of t അല്ലേ? equal to minus a sin t I plus a cos t j divided by a implies vector t equal to എന്ത് വരും? മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ. സംശയം ഉണ്ടല്ലോ? സംശയം ഉണ്ടോ? ഇല്ലല്ലോ? ഇല്ല. ഇല്ല. സോ ഇനി നമുക്ക് എന്താ വേണ്ടേ? കർവേച്ചർ കണ്ടുപിടിക്കുന്നത് വെക്ടർ ടി ആയി. t dash of t. ഇനി ടി ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം അല്ലേ? നൗ വെക്ടർ ടി ഡാഷ് ഓഫ് ടി, ഇത് ടി ഡാഷ് വെക്ടർ ടി എന്ന് പറഞ്ഞാൽ ടി ഓഫ് ടി എന്നുള്ള രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടി ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് കോസ് ടി ഐ മൈനസ്, സംശയം ഉണ്ടോ? ഇല്ല സർ. അപ്പൊ ഇതിന്റെ നോം വേണം അല്ലേ? നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് കോസ് ടി ഓൾ സ്ക്വയർ പ്ലസ് മൈനസ് സൈൻ ടി ഓൾ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് വരും, 1 വരും. Therefore curvature കപ്പ is equal to എന്താ ഫോർമുല പറഞ്ഞ? നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 1/a. മനസ്സിലായോ? സർ. ഇത് ഞാനിപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തത്. ഇപ്പൊ ഇതിന് പകരം നിങ്ങളോട് ചോദിക്കുന്നത് വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തരിക എന്ന് വിചാരിക്കാം. ഇപ്പൊ എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് സി ടി കെ. ഇതെന്തിന്റെ ഇക്വേഷൻ ആയിരുന്നു നിങ്ങൾക്ക് അറിയാലോ? ഹെലിക്സ്.
ഇതിന്റെ കർവേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാനായിട്ടുണ്ടായ കാരണം ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യന്റെ അകത്ത് R ഡയറക്റ്റ് തന്നിട്ടില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ഒരു സർക്കിള് റേഡിയസ് A ഉള്ള ഒരു സർക്കിളിന്റെ കർവേച്ചർ എല്ലായ്പ്പോഴും 1/A ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈനിന്റെ കർവേച്ചർ 0 ആയിരിക്കും. അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതങ്ങനെ പറയുന്നില്ല എന്ന് തോന്നുന്നു. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ കർവേച്ചർ എപ്പോഴും 0 ആണ്. കർവേച്ചർ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. സീറോ ആണ്. സർക്കിൾ ഓഫ് റേഡിയസ് A ആണെങ്കിൽ അതിന്റെ കർവേച്ചർ എന്താണ്? 1/A ആണ്. അതുപോലെ ഏത് കർവിന്റെ വേണേലും കർവേച്ചർ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ഫോമുല ഉപയോഗിച്ച് ചെയ്തു. നിങ്ങളോട് ഞാൻ പറയുന്നത് മറ്റേ ഫോമുല ഉപയോഗിച്ചും ചെയ്ത് നോക്കിക്കോളൂ. ഈ ആൻസർ തന്നെ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. തേർഡ് ക്വസ്റ്റ്യൻ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് എല്ലാം വരുന്നുണ്ട്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ. A cos t I plus A sin t j plus C t k. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് T, N, B ആൻഡ് കപ്പ എന്ന് പറയുമ്പോൾ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ, പ്രിൻസിപ്പൽ നോർമൽ വെക്ടർ, ബൈനോർമൽ വെക്ടർ ആൻഡ് കർവേച്ചർ. അങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ അത് ചോദിക്കാം കേട്ടോ. ഇത് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് T, N, B ആൻഡ് കപ്പ എന്നുള്ള രീതിയിൽ ചോദിച്ചാലും കുഴപ്പമില്ല. ഈ എഴുതിയേക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടല്ലോ. എന്തൊക്കെയാ കണ്ടുപിടിക്കാനുള്ള? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ, പ്രിൻസിപ്പൽ നോർമൽ വെക്ടർ, ബൈനോർമൽ വെക്ടർ ആൻഡ് കർവേച്ചർ. ഇതിൽ ഏതൊക്കെയാണ് വെക്ടർ ക്വാണ്ടിറ്റീസ്, ഏതൊക്കെയാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്? T and B അത് വെക്ടർ ആണ്. അത് നോർമലി ഞാൻ പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ വെക്ടർ T എന്നും വെക്ടർ N എന്നും വെക്ടർ B എന്നുമാണ് എഴുതേണ്ടത്. ഇങ്ങനെ ജസ്റ്റ് വര കൊടുത്താലും മതി. വെക്ടർ B, വെക്ടർ N, വെക്ടർ T ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ ബോൾഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ കോപ്പി ചെയ്തേക്കുന്നതിന്റെ അകത്ത് വന്നേക്കുന്നത്. അത് നിങ്ങൾക്ക് സംശയം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ബോൾഡ് ആയിട്ടായിരിക്കും ഉണ്ടാവാൻ സാധ്യത. അതുപോലെ ഒരു വെക്ടറിനെ ഇപ്പൊ ഈ എഴുതിയേക്കുന്ന വെക്ടറിനെ തന്നെ ഇങ്ങനെ ഒരു നൊട്ടേഷനും പറയാറുണ്ടല്ലോ. A cos t, A sin t, C t. ഇങ്ങനെ നൊട്ടേഷൻ കണ്ടിട്ടുണ്ടോ? ഇതറിയാമല്ലോ. ഇങ്ങനെ വേണേലും നമുക്ക് ഈ പറയുന്ന വെക്ടറിനെ ഇങ്ങനെ വേണേലും എഴുതാം. അതുപോലെ വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. A cos t I, വെക്ടർ I എന്നുള്ളത് ഇങ്ങനെ പറയാം. പ്ലസ് A sin t വെക്ടർ J എന്നുള്ളത് ഇങ്ങനെ വരാം. പ്ലസ് C t k. ഇങ്ങനെയും ക്വസ്റ്റ്യൻ പേപ്പറെ പറയാം. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ അകത്ത് സംശയം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതിന്റെ ഏത് ഓർഡറിലാണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞേ. 4 സംഭവങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ക്വസ്റ്റ്യൻ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏത് ഓർഡറിലാണ് കണ്ടുപിടിക്കണ്ടേ? T കണ്ടുപിടിക്കണം. ആദ്യം T കണ്ടുപിടിക്കണം. പിന്നെ N കണ്ടുപിടിക്കണം. N കണ്ടുപിടിക്കണം. B പിന്നെ ലാസ്റ്റ് കർവേച്ചർ. കർവേച്ചർ ഇതിനിടയിൽ T കണ്ടുപിടിച്ചു വേണേൽ കർവേച്ചർ കണ്ടുപിടിക്കാൻ കുഴപ്പമില്ല. എങ്ങനെ വേണേലും ചെയ്യാം. ഏത് ഓർഡറിൽ? ആദ്യം T ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ N കണ്ടുപിടിച്ചതിന് ശേഷം B കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. T കണ്ടുപിടിച്ച ഉടനെ വേണേൽ കർവേച്ചർ കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ ഏതായാലും ഈ തന്നേക്കുന്ന ഓർഡറിൽ തന്നെ പോയാൽ മതി. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ബിയോ അല്ലെങ്കിൽ ആദ്യമേ തന്നെ എന്നോ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏറ്റവും ആദ്യം T തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ T കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ആവശ്യമുള്ളത്? അപ്പൊ നമുക്ക് R of t തന്നിട്ടുണ്ട്. R of t ഈക്വൽ ടു എന്ന് ഞാനത് ഇവിടെ എഴുതുന്നില്ല. ഇംപ്ലൈസ് R dash of t. അത് ഡയറക്റ്റ് പറയണം. അത് വേഗം ഒന്ന് പറഞ്ഞേ. R dash of t എന്താ പറയണേ? മൈനസ് A sin t I പ്ലസ് A cos t j പ്ലസ് C k. ഓക്കെ, നോം ഓഫ് R dash of t എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് A sin t all square പ്ലസ് A cos t all square പ്ലസ് C square. ഈക്വൽ ടു എന്ത് വരും? A square into sin square t പ്ലസ് cos square t എന്ന് വരും. അത് 1 ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും? A square പ്ലസ് C square. സംശയമില്ലല്ലോ?
ഇല്ല. ഓക്കെ, സോ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് എന്ത് വന്നിരിക്കുന്നത്, നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഏത് എഴുതാം, ടി. ടി. ദസ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ വെക്ടർ ടി ഈക്വൽ ടു എന്താ ഫോർമുല, വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു അപ്പൊ എന്ത് വരും, മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് സി കെ ഓൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആണല്ലോ? ആ സർ. ഇത് ഇത്രയും എഴുതിയ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആയി. ഇനി അടുത്ത് നമുക്ക് ഏത് എഴുതാം, നോർമൽ വെക്ടർ എൻ. എൻ. എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, ടി ഡാഷ് ഓഫ് ടി ഡിവൈഡ് ബൈ നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി. ടി ഡാഷ് ഓഫ് ടി ഡിവൈഡ് ബൈ നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി. അപ്പം ടി കിട്ടിക്കഴിഞ്ഞാൽ ഇംപ്ലൈസ് അല്ലെങ്കിൽ നൗ ടി ഡാഷ് ഓഫ് ടി, നൗ വെക്ടർ ടി ഡാഷ് ഈക്വൽ ടു എന്ത് വരും, 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, അതിനെ ഇങ്ങനെ മാറ്റി നിർത്തി ഇൻടു എന്ത് പറഞ്ഞാൽ മതി, ഡെറിവേറ്റീവ് സ്പെസിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാ വരണേ, മൈനസ് എ കോസ് ടി ഐ മൈനസ് എ സൈൻ ടി ജെ പ്ലസ് 0. അപ്പൊ ഇത്ര എഴുതിയാൽ മതി. ഇതാണ് നോം ഓഫ് ടി ഡാഷ്, സോറി ടി ഡാഷ് ഓഫ് ടി പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ദിസ് ഇംപ്ലൈസ് നോം ഓഫ് ടി ഡാഷ് എന്തായിരിക്കും, പറഞ്ഞേ, നോം കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഈ 1 ബൈ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇങ്ങനെ എഴുതിയിട്ട് ഇൻടു ഇതിന്റെ പറഞ്ഞാൽ മതി, മൈനസ് എ കോസ് ടി ഓൾ സ്ക്വയർ പ്ലസ് മൈനസ് എ സൈൻ ടി ഓൾ സ്ക്വയർ. ഇങ്ങനെ എഴുതുന്നതിന് കുഴപ്പമുണ്ടോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും സംശയം ഉണ്ടേ പറയുക. സോ ദിസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ എ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി എന്ന് വരും. എ സ്ക്വയർ കോമൺ ആയിട്ട് നിർത്തിയ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി 1 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് വരും. എന്തെങ്കിലും സംശയം വരുന്നുണ്ടെ പറയണം. ഓക്കെ ആണോ? ഓക്കെ സർ. So what will be principal normal vector n? T dash of t divided by norm of t dash of t. Principal normal vector n equal to t dash of t by norm of t dash of t ആണ് equal to എന്ത് വരും പറയാമോ? മൈനസ് എ കോസ് ടി ഐ മൈനസ് എ സൈൻ ടി ജെ ഡിവൈഡഡ് ബൈ ഈക്വൽ ടു മൈനസ് എ കോസ് ടി ഐ മൈനസ് എ സൈൻ ടി ജെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ ഇതിന്റെ നോമാണ്. അതിന് പകരം ഞാൻ അതിന്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇൻടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ എ. ഇങ്ങനെ എഴുതുന്നതിന് സംശയം ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. കൂടാതെ ഒരു എനെ ഔട്ട്സൈഡ് എടുത്താൽ അതിനെയും ക്യാൻസൽ ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്തു, അതുപോലെ ഈ എനെ ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും?
പ്രിൻസിപ്പൽ നോർമൽ എന്ന് പറയുന്നത് minus cos ti minus sin tj. വെക്ടർ n ഈക്വൽ ടു മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ ആയിരിക്കും. ഓക്കെ, സോ പ്രിൻസിപ്പൽ നോർമലും കിട്ടി. ഇനി ബൈനോർമൽ വെക്ടർ ബി വേണം. again binormal vector b equal to t cross n implies vector b equal to determinant I j k I j k. ഇനി വെക്ടർ ടി ഏതായിരുന്നു നമുക്ക് കിട്ടിയത്? വെക്ടർ ടി വരുന്ന എന്തായിരുന്നു? മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് സി കെ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയിരുന്നു. അപ്പൊ അതിന്റെ കമ്പോണൻസ് ഏതൊക്കെയാ വരണേ? മൈനസ് എ സൈൻ ടി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അല്ലേ? എ കോസ് ടി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. പിന്നെ വെക്ടർ n കിട്ടിയത് എന്തായിരുന്നു? മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ ആണ്. അപ്പം മൈനസ് കോസ് ടി മൈനസ് സൈൻ ടി 0. ക്രോസ് പ്രോഡക്റ്റ് എഴുതാനായിട്ട് ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്ന? സംശയമുണ്ടോ ഞാൻ ഈ എഴുതേണ്ട അകത്ത്? ഇല്ല സർ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്രോസ് പ്രോഡക്റ്റ് എഴുതണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. കമ്പോണൻസ് ആണ് അവിടെ എഴുതേണ്ടത്. വെക്ടർ ടി എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു വെച്ചിരുന്നത് ഇതാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളാം. വെക്ടർ ടി നമുക്ക് കിട്ടിയിരുന്നത് മൈനസ് എ സൈൻ ടി പ്ലസ് എ സൈൻ ടി ഐ മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് സി കെ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയിരുന്നു. അപ്പൊ അതിന്റെ കമ്പോണൻസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് കമ്പോണന്റ് പറഞ്ഞ മൈനസ് എ സൈൻ ടി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെക്കൻഡ് കമ്പോണന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു, തേർഡ് കമ്പോണന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കുക. അതുപോലെ തന്നെ നമ്മൾ വെക്ടർ n കണ്ടുപിടിച്ചപ്പോൾ മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ ആയിരുന്നു. അപ്പൊ അതിന്റെ കമ്പോണൻസ് ആണ് ഇവിടെ കൊടുത്തിരുന്നത്. തേർഡ് കമ്പോണന്റ് കെയുടെ കോയിഫിഷ്യന്റ് 0 ആണ്, അതുകൊണ്ട് ഇവിടെ 0 കൊടുത്തേക്കുന്നു. അപ്പൊ ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഈക്വൽ ടു അപ്പൊ എന്ത് വരും? ഡിറ്റർമിനന്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ നോക്കിയേ. ഈക്വൽ ടു ഐ ഇൻറ്റു വെക്ടർ ഐ ഇൻറ്റു അതിന്റെ ഒപ്പം വരുന്നത് ഏതാ? 0 മൈനസ് സി സൈൻ ടി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അല്ലേ? മൈനസ് മൈനസ് പ്ലസ് വരും അല്ലേ? ഓക്കെ, മൈനസ് ജെ ഇൻറ്റു, ഇനി ജെയുടെ പറഞ്ഞേ, 0 മൈനസ് മൈനസ് പ്ലസ് വരും, സി കോസ് ടി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു എന്താ പറയണേ, എ സൈൻ സ്ക്വയർ ടി പ്ലസ് എ കോസ് സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇങ്ങനെ വരുമോ എന്ന് നോക്കിയേ. അതായത് കെയുടെ കോയിഫിഷ്യന്റ് വരുമ്പോൾ നമ്മൾ ആ ലാസ്റ്റ് കോളം ഫസ്റ്റ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ അവിടെ വരുന്നത് മൈനസ് എ സൈൻ ടി ബൈ, ഞാൻ ഇവിടെ സൈഡിൽ എഴുതുകയാണ്, മൈനസ് എ സൈൻ ടി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ ടി വരും. അതിനെയാണ് ഞാൻ എ സൈൻ സ്ക്വയർ ടി എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്.
ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈനസ് എ കോസ് ടി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു മൈനസ് കോസ് ടി. അപ്പൊ അതിനെ ഞാൻ ചേർത്തിട്ടാണ് മൈനസ് മൈനസും പ്ലസ് എ കോസ് സ്ക്വയർ ടി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെ അങ്ങ് എഴുതുകയാണ്, കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുന്നു. ന്യൂമറേറ്ററിൽ വരുന്നത് സി സൈൻ ടി ഐ പ്ലസ് നോട്ട് പ്ലസ് മൈനസ് ആണ് അല്ലെ? മൈനസ് അല്ലേ വരിക? ഞാൻ എഴുതി തെറ്റിയിട്ടില്ലല്ലോ. മൈനസ് സി കോസ് ടി ജെ പ്ലസ് ഇവിടെ എ കോമൺ ആയിട്ട് നിർത്തിയാൽ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 വരും. സോ പ്ലസ് എ കെ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതായിരിക്കും എന്ത്? ബൈനോർമൽ വെക്ടർ വെക്ടർ വരിക. ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം കൂടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഏതാണ്? കർവേച്ചർ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ഫോർമുലകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ഓൾറെഡി ചെയ്തത്. രണ്ടാമത്തെ ഫോർമുല ആണെങ്കിലോ വി ക്രോസ് എ ഡിവൈഡഡ് ബൈ നോം ഓഫ് വി ഓൾ ക്യൂബ് അല്ലെ? അത് വേണേ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ ഫോർമുല ഏതായിരുന്നു? കർവേച്ചർ ഈക്വൽ ടു നോം ഓഫ് ഡിവൈഡഡ് ബൈ നോം ഓഫ്. രണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി എന്താ നമുക്ക് കിട്ടിയേക്കുന്നത്? ഇത് കിടക്കുന്നു എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അല്ലെ? ഇപ്പൊ കർവേച്ചർ കപ്പ ഈക്വൽ ടു ആ ഫോർമുല നമുക്ക് എഴുതാം. കർവേച്ചർ also curvature kappa equal to norm of t dash of t by norm of r dash of t equal to norm of t dash of t നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞേ? a by root of a square plus c square അല്ലേ? ഇതല്ലായിരുന്നോ norm of t dash of t വന്നിരുന്നേ? അതുപോലെ norm of r dash of t എന്തായിരുന്നു? a square plus c root of a square plus c square. But this is equal to എങ്ങനെ പറയണേ? a by root of a square plus c square divided by a square plus c square root of ഇങ്ങനെയല്ലേ പറയണേ? ആണോ? അതായത് നോം ഓഫ് ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമ്മുടെ കൈവശമുള്ളത് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. ആൻഡ് നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നാണ്. അപ്പൊ അതിന്റെ നമുക്ക് റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ദിസ് ഇംപ്ലൈസ് കർവേച്ചർ ഈക്വൽ ടു എന്താ കിട്ടുക? a divided by a square plus c square. a by a square plus c square. ഇത് മനസ്സിലായോ? ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് ഷോർട്ട് എസ്സേയിലോ അല്ലെങ്കിൽ എസ്സേയിലോ ചോദിക്കാനായിട്ട് നല്ല സാധ്യതയുണ്ട്. ഇത് മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ആ ഫോർമുല പഠിച്ചാൽ മാത്രം മതി. നമുക്ക് വേറെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് ഞാൻ നോട്ട് ചെയ്തിരുന്നത്. അത് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 1 hour ആയി നമ്മൾ തുടങ്ങിയിട്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ സർ.
ബൈ.